കൂടാതെ പൊല്യൂഷൻ ടെസ്റ്റ് പാസ്സായി. അതായിരുന്നു മേജർ ഒരു പ്രശ്നം. നമുക്കിപ്പം മുന്നേ ഞങ്ങൾക്ക് 3.7 വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അതിപ്പം 0.4 മാറിയിട്ടുണ്ട്. ഹലോ എവരിവൺ, ടോർക്ക് മോട്ടോഴ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിൽ കുറച്ചെങ്കിലും പേര് ഫേസ് ചെയ്തേക്കുന്ന ഒരു ഇഷ്യൂ ആണ് പൊല്യൂഷൻ പാസ്സാവുന്നില്ല, അല്ലെങ്കിൽ പൊല്യൂഷൻ എങ്ങനെ പാസ്സാവണം എന്നുള്ളൊരു ചോദ്യം. ഇന്ന് നമ്മൾ ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊല്യൂഷൻ ഫെയിലായ ഒരു വണ്ടി നമ്മൾ പൊല്യൂഷൻ പാസ്സാക്കിയെടുത്ത ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വണ്ടിയുടെ ഡീറ്റെയിൽസും വണ്ടിക്ക് എന്തൊക്കെ കംപ്ലയിൻറ്റ്സ് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കസ്റ്റമറുടെ അടുത്ത് തന്നെ കേട്ടാലോ. എൻ്റെ പേര് റമീസ്. ഇതാണ് എൻ്റെ വണ്ടി, സ്വിഫ്റ്റ് ഡീസൽ 2010 മോഡലാണ്. 1,40,000 കിലോമീറ്ററോളം ഓടിയിട്ടുണ്ടായിരുന്നു. അപ്പം റീസെൻ്റ്ലി ഞങ്ങൾ ഇത് പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യുമ്പം അടുപ്പിച്ചൊരു 3 പൊല്യൂഷൻ ടെസ്റ്റ് ഫെയിലാകുകയുണ്ടായി. അപ്പോഴാണ് അതെന്താണ് റീസൺ എന്ന് നോക്കിയപ്പം ഡീകാർബണൈസേഷൻ ചെയ്താൽ അതൊരു സൊല്യൂഷനാണെന്ന് പറഞ്ഞു. ബേസിക്കലി എൻജിൻ്റെ അതിനകത്ത് കാർബൺ അടിഞ്ഞു കയറുന്നതാണ് കാരണം എന്നാണ് കണ്ടത്. അതുകൂടാതെ ബ്ലാക്ക് സ്മോക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പം എക്സോസ്റ്റിന് ചുറ്റും കറുത്ത പുക വന്ന് അവിടെ ഒരു ബ്ലാക്ക് കളറ് പോലെ ഇങ്ങനെ ടാറ് പോലെ വരുന്നുണ്ടായിരുന്നു. പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പം ഫ്യൂവലിൻ്റെ ഒരു സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. പിക്കപ്പ് കുറവായിരുന്നു, മൈലേജും അത്യാവശ്യം കുറവായിരുന്നു. അപ്പോഴാണ് ഡീകാർബണൈസേഷൻ അതിനൊരു സൊല്യൂഷനാണ് എന്ന് ഗൂഗിളിൽ കണ്ടത്. അങ്ങനെ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോഴാണ് ടോർക്കിനെ കുറിച്ച് കണ്ടത്. അവർക്ക് അത്യാവശ്യം റിവ്യൂ ഉണ്ടെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യാണ് ഉണ്ടായത്. അങ്ങനെ നിഖിൽ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. നമ്മുടെ സ്റ്റേജ് 2 കാർബൺ ക്ലീനിങ് തന്നെയാണ് നമ്മൾ ഇതിനും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിനഴിക്കുന്ന കമ്പോണൻസ് എന്താണെന്നുള്ളതും അതിൻ്റെ ഫങ്ഷൻസ് എന്താണെന്നുള്ളതെല്ലാം നമ്മൾ മുന്നത്തെ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരത് കാണുക. ഇനി നമുക്ക് കമ്പോണൻസ് അഴിച്ചു കഴിഞ്ഞിട്ട് ഓരോ കമ്പോണൻസിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റേജ് 2 ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള മാനുവൽ ക്ലീനിങ് കഴിഞ്ഞു, ഓക്സിഹൈഡ്രജൻ ഡീകാർബണൈസിങ് കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വർക്കിൻ്റെ എഫിഷ്യൻസി ചെക്ക് ചെയ്യാനുള്ള സമയമാണ്. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് പൊല്യൂഷൻ ടെസ്റ്റിനെ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം പൊല്യൂഷൻ വാല്യൂസ് എത്രയാണെന്നുള്ളത്. ഇത് ക്ലീനിങ്ങിന് മുമ്പുള്ള പൊല്യൂഷൻ വാല്യൂസ് ആണ്. ഇതിനകത്ത് നമുക്കിപ്പോൾ 3.7 ആണ് കിട്ടിയേക്കുന്ന വാല്യൂ. നമുക്ക് പൊല്യൂഷൻ പാസ് ആവണമെങ്കിൽ മാക്സിമം 2.4 വരെ പാടുള്ളൂ. അപ്പോൾ നമ്മൾ പൊല്യൂഷൻ ടെസ്റ്റിംഗ് ചെയ്തു. നമുക്ക് പൊല്യൂഷൻ വാല്യൂ മാക്സിമം 2.45 വരെ ആവാം പാസ്സാവാനായിട്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് വണ്ടി വരുമ്പോൾ 3.7 ആയിരുന്നു പൊല്യൂഷൻ വാല്യൂ. ഇപ്പോൾ അത് 0.4 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൊല്യൂഷൻ പാസ്സായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വണ്ടി കസ്റ്റമറിന് കൊടുത്തു വിടുകയാണ്. വണ്ടി ഒന്ന് കസ്റ്റമർ ഓടിക്കട്ടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കസ്റ്റമറിൻ്റെ റിവ്യൂസ് എന്താണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ വണ്ടി കിട്ടിയിട്ട് 2 ദിവസമായി. EGR ക്ലീനിങ് എല്ലാം ചെയ്യേണ്ടി വന്നു. അതുകൂടാതെ ഡീകാർബണൈസേഷൻ ചെയ്തു. അപ്പം ബേസിക്കലി നമ്മൾ ആ ബ്ലാക്ക് സ്മോക്ക് വരുന്ന പ്രശ്നം മാറിയിട്ടുണ്ട്. അതുകൂടാതെ ആ വണ്ടിയുടെ പുള്ളിങ് കൂടിയിട്ടുണ്ട്. പഴയ ഒരു 5 വർഷമൊക്കെ മുന്നേ ഉള്ള ആ ഒരു ലെവലിലേക്ക് വണ്ടിയുടെ പുള്ളിങ് വന്നു. പിന്നെ കൂടാതെ പൊല്യൂഷൻ ടെസ്റ്റ് പാസ്സായി. അതായിരുന്നു മേജർ ഒരു
പ്രശ്നം നമുക്കുണ്ടായിരുന്നത്. അത് ത്രഷോൾഡ് വാല്യൂ 2.45 ആയിരുന്നു. അതിപ്പം മുന്നേ ഞങ്ങൾക്ക് 3.7 വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അതിപ്പം 0.4 മാറിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ചേഞ്ച് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ടോർക്കിന്. അപ്പം ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു ടോർക്ക് ഡീകാർബണൈസേഷൻ പ്രോസസ്സ്. നല്ലൊരു ചേഞ്ച് നിങ്ങൾക്ക് എന്തായാലും കിട്ടേണ്ടതാണ്.